ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ എന്നെ വഴി നടത്തി ഇതുവരെ എത്തിച്ച നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സ്നേഹം നിറഞ്ഞ വല്യച്ഛ, അച്ഛനെ കുറിച്ച് ഇതുവരെ കഴിഞ്ഞ വാർഷികങ്ങളിലെല്ലാം ഒത്തിരി നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. എത്ര നല്ല വാക്ക് പറഞ്ഞാലും അതിനെല്ലാം അർഹനാണ് നമ്മുടെ വല്യച്ഛൻ എന്ന് എന്നേക്കാൾ അധികം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ യൂണിറ്റില് പറഞ്ഞതുപോലെ നമ്മുടെ വല്യച്ഛൻ ആദ്യമായി നമ്മുടെ യൂണിറ്റിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അച്ഛനെ അന്ന് വെൽക്കം ചെയ്തത് ഈശോ അച്ഛ എന്ന് വിളിച്ചാണ്. അന്ന് ഞാൻ അത് വെറുതെ അച്ഛന്റെ രൂപം മാത്രം കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ പോകെ പോകെ അച്ഛനോട് കൂടുതൽ അടുത്തപ്പോൾ വേറെ ഏതൊരു സംബോധനയെക്കാളും ഏറ്റവും ഉചിതമായിട്ട് അച്ഛന് ചേരുന്ന ഒരു വാക്ക് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഈശോ അച്ഛ എന്ന് തന്നെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഇടവകയില് ഇതുവരെ ചെയ്യാത്ത ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മെ എല്ലാവരെയും നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വല്യച്ഛൻ. ഇനി നമ്മുടെ കൊച്ചച്ഛൻ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരുടെയും മനസ്സിലും ഇടം നേടി. ഓടിപ്പാഞ്ഞാണ് ഏതു നേരവും നടക്കുക. പലപ്പോഴും ഓടിച്ചിട്ട് വല്യച്ഛൻ പിടിക്കുന്നത് കാണാറുണ്ട്. കാരണം എല്ലാവരുടെയും വിശേഷം അന്വേഷിച്ച് നടക്കാൻ കൊച്ചച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരോടും അടുത്ത് എല്ലാവരോടും ഒരുപോലെ കൂട്ടുകൂടി നമുക്ക് എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് വല്യച്ഛന്റെ ഒപ്പം തന്നെ നടക്കുന്ന നമ്മുടെ കൊച്ചച്ഛൻ ഇനി കാഴ്ചയിൽ അല്പം ഗൗരവക്കാരനാണ് എന്ന് തോന്നുമെങ്കിലും യൂണിറ്റിന്റെ ഏത് കാര്യം പറഞ്ഞു വിളിച്ചാലും ഒരു ഏട്ടന്റെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ വൈസ് ചെയർമാൻ സാന്റോ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ഈ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. സാന്റോ ചേട്ടനോടൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷെ ഒന്നുമില്ല, നമ്മൾ ചോദിച്ച എല്ലാത്തിനും മറുപടി ചേട്ടന്റെ കയ്യിലുണ്ട്. അതുപോലെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ സാന്റോ ചേട്ടാ, ഇനി ഏതോ ഒരു യൂണിറ്റിലെ ആരെയോ കുറിച്ച് പറഞ്ഞതുപോലെ ഫെവിക്കോള്, എനിക്ക് അങ്ങനെ തോന്നുന്നത് നമ്മുടെ ട്രസ്റ്റിമാരെ കുറിച്ചാണ്. കുര്യാക്കോസ് ചേട്ടനെയും ജോയ് ചേട്ടനെയും. കാരണം അവര് ഏതു നേരം ഒത്തിയാണ് ഇങ്ങനെ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് നിന്നാലും രണ്ടുപേരും നല്ല പുലികളാണ്. കുര്യാക്കൂസേട്ടൻ നമ്മുടെ അയൽക്കാരനാണ്. അതുകൊണ്ട് നമുക്കറിയാം നല്ലൊരു പ്രാസംഗികൻ മാത്രമാണെന്ന് വിചാരിച്ചിരുന്നപ്പോ കഴിഞ്ഞ ദിവസം വാർഷികത്തിന് ചെന്നപ്പോ മികച്ച അഭിനയം, എന്താ അഭിനയത്തിന് പറയാന്ന് വെച്ചല്ലേ, അതുപോലത്തെ അഭിനയം കാഴ്ചവെച്ചതാണ് കുര്യാക്കോസേട്ടൻ. ജോയ് ചേട്ടനും ഒട്ടും മോശമല്ല. എപ്പോഴും കുര്യാക്കോസേട്ടൻ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ജോയ് ചേട്ടൻ കാഴ്ചയിൽ എന്റെ പോലെ തന്നെയാണ്. കാണുമ്പോ ഇത്തിരി ചിടുങ്ങ പോലെയല്ലേ ഇരിക്കുന്നത്, ചെറുത്. അത് കഴിഞ്ഞ് ലിലി ചേച്ചി യൂണിറ്റിലാന്ന് തോന്നുന്നു. ഒരു ദിവസം കുര്യാക്കോസേട്ടൻ ഇല്ലാതിരുന്നപ്പോ ജോയ് ചേട്ടനെ അന്ന് ആശംസ പറയാൻ വിളിച്ചു. സത്യം പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ കയറി വന്നിട്ടപ്പോ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ചേട്ടന് നല്ലോണം പറയാൻ പറ്റണേ. പക്ഷെ ചേട്ടനങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയുമ്പോ തെറ്റിപ്പോലെ. കാരണം അത്രയും നല്ല സൂപ്പർ ആയിരുന്നു ജോയ് ചേട്ടന്റെ പ്രസംഗം. അപ്പോ അച്ഛനോടും കൊച്ചച്ഛനോടും നമ്മളെല്ലാവരോടും കൂടെ നിന്ന് ഇടവകയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ട്രസ്റ്റിമാര്. ഇനി ഇവിടെ ഇരിക്കുന്നത് വേദിയിലെ ഞാനെന്ന പ്രസിഡന്റിന് പൂർണ്ണത നൽകണമെങ്കിൽ എന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അവരാണ് എന്റെ ശക്തി. എനിക്ക് അല്പം ആരോഗ്യക്കുറവുണ്ട് എങ്കിലും എന്നെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്. ഇവരെ ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോ പൗലോസേട്ടൻ, തോമസ് ചേട്ടൻ, ജോണി ചേട്ടൻ, ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നിജോ, ഇവരുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് നമ്മുടെ യൂണിറ്റില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഒരു ഓണസദ്യ നടത്താൻ പറഞ്ഞപ്പോൾ മാത്രം ഇവരല്പം ഒരു ആശങ്കയോടുകൂടി എന്നോട് നടക്കുമോ ഈശേ എന്ന് ചോദിച്ചുള്ളൂ. പിന്നെ ദൈവാനുഗ്രഹിച്ച് ബാക്കിയൊരു കാര്യത്തിനും അവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ശരിയാവും, എല്ലാം തമ്പുരാൻ നടത്തുമെന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചേട്ടന്മാര്, പിന്നെ സെക്രട്ടറി
ലിജീനെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ, ഞാൻ കാര്യങ്ങളൊക്കെ പറയാനും പിടിക്കാനൊക്കെ എനിക്ക് നല്ല ഇതുണ്ട്. പക്ഷെ ചില നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പറയില്ലേ, അങ്ങനെ ഒരു സംഭവം വരും ടെൻഷൻ കയറുമ്പോ. അപ്പൊ ഞാൻ ലിജീനെ ഒന്ന് വിളിക്കും. അപ്പൊ ലിജി എന്നോട് പറയുന്ന ഒരു വർത്താനുണ്ട്, നീ ഒന്ന് പോവണേ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും, ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പോണില്ലേ, എല്ലാരും നമ്മുടെ കൂടെ ഇല്ലേന്ന്. ആ ഒരു സപ്പോർട്ട് അത് ഭയങ്കര വലുതാ നമുക്ക് ചില നേരത്ത് അത് കിട്ടുമ്പോ. ഇപ്പൊ ലിജി, പിന്നെ ബിനി ചേച്ചിയും എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നു. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഈ 2 വർഷം കൊണ്ട് 5 യാത്രകള്, എല്ലാവർക്കും ഗിഫ്റ്റ്, അതുപോലെ എന്താ പറയാ യൂണിറ്റിലെ ട്രോഫി, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഒരുമിച്ച് ഒത്തിരി പ്രാവശ്യം ഭക്ഷണം ഒരുക്കി കഴിക്കല്, ഇതിനെല്ലാം നമുക്ക് ഇവരെല്ലാവരോടും കൂടി സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് നിന്നതുകൊണ്ട് മാത്രം നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവർക്ക് ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങളുണ്ട്, ജൂബിലി കമ്മിറ്റി അംഗങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പാരിഷ് കൗൺസിൽ അംഗങ്ങളില് എല്ലാവരും ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അവര് എന്നോടാന്ന് തോന്നുന്നുണ്ട്. കാരണം ഏതു നേരം എന്നെ കണ്ടാലും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. 16 യൂണിറ്റ്. ആ 16 യൂണിറ്റിന്റെ അറ്റത്ത് എന്റെ പേരും ഉണ്ടാവും. സാന്റോ ചേട്ടൻ ഇന്ന് ചിരിക്കണണ്ടാ, സാന്റോ ചേട്ടൻ മിക്കവാറും എന്നെ കുറിച്ച് പറയാത്ത കാര്യം എല്ലാവരും അങ്ങനെ തന്നെയാട്ടാ. ഒരു ദിവസം ഞാൻ ഓർക്കാണ്, നമ്മുടെ പോളേട്ടൻ വന്നിട്ടുണ്ടാ, എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പോളേട്ടൻ ഒരിക്കൽ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞതാ, ഞങ്ങൾ എല്ലാരും കൂടി ഇതിനെ പൊട്ടിയിട്ട് മൂടും, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇവര് പറഞ്ഞതില് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവരും പറഞ്ഞ എങ്ങനെയൊക്കെ ആയാലും അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് എടുത്ത് നമ്മുടെ യൂണിറ്റിനെ നല്ല രീതിയിൽ നയിക്കാൻ ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു. അതിന് തമ്പുരാനെ ഒത്തിരി നന്ദി പറയുകയാണ്. ഇനി നമ്മുടെ ഇടവകീന്ന് ഈ 2 വർഷവും അതിനു മുൻപും മരണമടഞ്ഞു പോയ പ്രിയപ്പെട്ടവരുണ്ട്. വിദേശങ്ങളിൽ ഇരുന്ന് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ജിസ്റ്റേച്ചി നന്നാവണുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, ഇവിടെ എത്താൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ഈ നിമിഷം നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങളോടാണ്. കാര്യം എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനത്തെ വിചാരം പറ്റുന്നുള്ള വിചാരമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പ്രസിഡന്റ് ആക്കിയ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റിനെ ഇനി നയിക്കുന്നത് ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും എന്നുള്ളത്. അത് 100% വിജയിച്ചു എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. കഴിഞ്ഞ കാഴ്ച സമർപ്പണത്തിന് ഏകദേശം ഒരു 93 പേരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമില് എനിക്ക് തോന്നുന്നു ഒരു 80-85ഓളം പേര് ഇന്ന് നമുക്ക് വേദിയിൽ കയറി ഇറങ്ങും. ഇതുവരെ വേദിയിൽ കയറാത്തവരുണ്ട്. അപ്പോ അതൊക്കെ ഈ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിങ്ങളെ യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ എല്ലാത്തിനും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ വന്നിട്ട് ആദ്യത്തെ മാസം മാത്രം ഞാൻ യൂണിറ്റ് അംഗങ്ങളെ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ പിറ്റേ മാസം തൊട്ട് ആ ഒരു സഹകരണവും ആത്മാർത്ഥതയൊക്കെ കണ്ടപ്പോ ഞാൻ ആ വിളി മാറ്റി കുടുംബാംഗങ്ങളെ എന്നാക്കി. അതിൽ പലരും എന്നെ കളിയാക്കി, എന്നാലും എനിക്ക് അതിലെ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം അങ്ങനെ തന്നെയാണ് എല്ലാവരും നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ എന്നെയും നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തില് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2 വർഷം വഴി നടത്തി ഇവിടെ വരെ എത്തിച്ച നല്ല തമ്പുരാന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ധാരാളമായിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ യൂണിറ്റിനെ ഇനിയും നല്ല രീതിയിലേക്ക് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ മുൻപോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. വഴി നടത്തിയ നല്ല തമ്പുരാന്റെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നല്ല തമ്പുരാനോട് പറയാനുള്ളത്, ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ഒത്തിരി സ്നേഹത്തോടെ
എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഇതൊരു വലിയ നന്ദി പ്രസംഗമായി പോയി എന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ പറയാനേ പറ്റുള്ളൂ തിരിഞ്ഞു നോക്കുമ്പോൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.